എന്താ നിങ്ങളുടെ തീരുമാനം? ആദ്യം അതിനെക്കുറിച്ച് പറ. നാരായണി മുത്തശ്ശി കടുപ്പത്തിലാണ്. ആ മുന്നിൽ ഒറ്റൊന്നിനും തലയുയർത്തി നിൽക്കാനാകുന്നില്ല. വിദ്വേഷവും ആർത്തിയും മനസ്സിൽ കൊണ്ട് നടന്നിട്ടൊടുവിൽ എന്ത് നേടി പ്രതാപ നീ? നീയല്ലായിരുന്നോ മൂത്തവൻ? നീയല്ലായിരുന്നോ ഇവരെ തിരുത്തി കൊടുക്കേണ്ടവൻ? അവരുടെ ചോദ്യത്തിന് മുന്നിൽ പ്രതാപവർമ്മയുടെ തല പാതാളത്തിലേക്ക് താഴ്ന്നു. അപമാനഭാരവും ദുഃഖഭാരവും ആ നിമിഷം അയാൾക്ക് സഹിക്കാവുന്നതിലും അധികമായിരുന്നു. മറ്റുള്ളവരുടെയും അവസ്ഥ ഏറെക്കുറെ അങ്ങനെ തന്നെ. നേരിടാൻ പോകുന്ന ചോദ്യങ്ങൾ അഗ്നിയെപ്പോലെ കരുത്തുറ്റതാണ്. സ്വയം ആളുന്നതിനൊപ്പം അതിൻ്റെ കൂടെ ചേരുന്നതിനെയെല്ലാം എരിയിച്ചു കളയുന്ന കരുത്ത്. സ്വത്തും പണവും ഒന്നും മോഹിച്ചുകൊണ്ടായിരുന്നില്ല എൻ്റെ കുട്ടി ഇങ്ങോട്ട് വന്നത്. വന്നിറങ്ങിയ അന്ന് മുതൽ അവനെങ്ങനെ നിങ്ങൾക്ക് ശത്രുവായെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അവനെ നശിപ്പിക്കാൻ ശ്രമിച്ചൊടുവിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ തന്നെ കുരുതി കൊടുക്കേണ്ടി വന്നില്ലേ? പ്രതാപവർമ്മയുടെ കണ്ണുകളിൽ വേദനകൾ ചുവന്നു കലങ്ങിക്കിടന്നു. നിങ്ങൾ നേർവഴിക്ക് നടന്നാലല്ലേ രവി നിങ്ങളുടെ മക്കൾ തെറ്റ് ചെയ്യുന്നത് തിരുത്തി കൊടുക്കാനാകൂ. ഇവിടെ തെറ്റ് തിരുത്തി കൊടുത്തില്ലെന്ന് മാത്രമല്ല, അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനമാണ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. എന്നിട്ടൊടുവിൽ അതുങ്ങളുടെ ജീവിതം തന്നെ നശിപ്പിച്ചില്ലേ? രവിവർമ്മയ്ക്കും ശബ്ദമില്ല. എന്തേ, നിങ്ങളിൽ ആർക്കും ഇപ്പോൾ എന്നോടൊന്നും പറയാനില്ലേ? 100 നാവ് കൊണ്ട് അടിച്ചൊതുക്കാൻ മിടുക്കന്മാരും മിടുക്കികളുമായിരുന്നല്ലോ നിങ്ങൾ. മുത്തശ്ശി വീണ്ടും ചോദിച്ചു. സാവിത്രിയും ഭാമയുമെല്ലാം ഭൂമിയോളം താഴ്ന്ന അവസ്ഥയിലാണ്. രാജിക്ക് ശ്വാസം പോലും ഉണ്ടോ എന്നായിരുന്നു സംശയം. കാർത്തിക് ചെയ്ത കുറ്റം മുഴുവനും രാജിയുടെ പിടിപ്പുകേടായിട്ടാണ് അവൻ്റെ അച്ഛനും അച്ഛൻ്റെ കുടുംബവും മൊത്തം എഴുതി ചേർത്തിരിക്കുന്നത്. ഉടവാളെടുത്തിട്ടും പടവെട്ടിയിട്ടും രാജിക്ക് അവരുടെ മനോഭാവത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനോ അവരെ തോൽപ്പിക്കാനോ ആയിട്ടില്ല. അതിൻ്റെ ഒരു സങ്കടവും ഒറ്റപ്പെട്ടു പോയതിൻ്റെ വേവലാതിയും രാജിയിലുമുണ്ട് ആവോളം. ഒരാളെ നശിപ്പിക്കാൻ ഇറങ്ങി തിരിക്കും മുന്നേ ഓർക്കണം അതേ അവസ്ഥ നമുക്ക് വന്നാൽ എങ്ങനെയുണ്ടാകുമെന്ന്. എങ്കിൽ പ്രതികരണം വല്ലാണ്ട് കട്ടിക്കൂടി പോവില്ല. യാതൊരു തെറ്റും ചെയ്യാത്തൊരു ചെക്കനെയും പെണ്ണിനെയും നിങ്ങളിട്ട് ഉപദ്രവിക്കുന്നത് നോക്കി നിൽക്കാൻ ദൈവത്തിന് പോലും ആയിട്ടുണ്ടാവില്ല. അതിൻ്റെ തെളിവാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇനിയെങ്കിലും അതൊന്ന് മനസ്സിലാക്ക്. കാർക്കശ്യമുള്ള സ്വരം, മുറുകിയ മുഖം. എന്നിട്ടും പ്രതാപനും രവിക്കും ആ മടിയിൽ ഉള്ളിലെ പിടച്ചിലൊന്ന് ഒതുക്കി വയ്ക്കാൻ വല്ലാത്ത ആഗ്രഹം തോന്നി. പക്ഷേ അമ്മയായിരുന്നിട്ട് കൂടി അത് പറയാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. പറയാതെ ചെയ്യാനുള്ള അവകാശവുമില്ല. കാരണം സ്വയം ഭരണം ഏറ്റെടുത്തുകൊണ്ട് ശ്രീനിലയത്തിലെ ഉമ്മറത്തെ കാരണവർ കളിച്ചപ്പോൾ അമ്മയെ അകത്തെ മുറിയിൽ എവിടെയോ തള്ളിയിട്ടതായിരുന്നു. വല്ലപ്പോഴും മാത്രം അങ്ങോട്ട് പോയിന്ന് മുഖം കാണിക്കുന്നത് സാവിത്രിയും ഭാമയും വല്ലതും പറഞ്ഞിട്ട് എരികേറ്റി തരുമ്പോൾ അമ്മയ്ക്ക് നേരെ ഉറഞ്ഞു തുള്ളാനായിരുന്നു. ഒരേ കൂരയ്ക്ക് കീഴെ തമ്മിൽ കാണാതെ. ഇപ്പോൾ ഓർക്കുമ്പോൾ ശ്വാസം മുട്ടുന്നുണ്ടെങ്കിലും ആ ചെയ്തത് തങ്ങളാണെന്നുള്ള ഓർമ്മയവരിൽ കുറ്റബോധം നിറച്ചു. നമ്മൾ ഓർക്കാൻ മടിക്കുന്നതും മറക്കുന്നതുമെല്ലാം നല്ല വെടുപ്പായിട്ട് മുന്നിൽ നിരത്തി കാണിക്കാനായിരിക്കും ദൈവം ചിലപ്പോൾ ജീവിതത്തിൽ പ്രതിസന്ധികൾ തരുന്നത്. ഇങ്ങ് വന്നേ രണ്ടാളും. മക്കളുടെ മനസ്സറിഞ്ഞതുപോലെ മുത്തശ്ശി പ്രതാപനും രവിക്കും നേരെ കൈനീട്ടി. ആ വിളി കാത്തിരുന്നതുപോലെ രണ്ടാളും ധൃതിയിൽ ആ അരികിൽ പോയിരുന്നു. മാറിപ്പോയത് മുഴുവനും നിങ്ങളാണ് മക്കളെ, അമ്മയല്ല. വാത്സല്യത്തോടെ ആ കൈകൾ അവരെ തലോടി. നീ എന്താ സുധി മാറി നിൽക്കുന്നത്? വാ, ഇവിടെ വന്നിരിക്കേ. മനപ്രയാസത്തോടെ ഒരരികിൽ മാറി നിൽക്കുന്ന സുധിയും ഭാര്യയും. എത്രയൊക്കെ സങ്കടമില്ലെന്ന് ഭാവിച്ചാലും മകനെ ഓർത്ത് നീറുന്ന ഒരച്ഛൻ്റെ വേദന മുഴുവനും അയാളുടെ കണ്ണിലുണ്ടായിരുന്നു. പൊതുവെ ഏട്ടന്മാരിൽ നിന്നും മാറി നടക്കുന്ന സുധി അന്നും അതേ പതിവ് തന്നെയായിരുന്നു. തെറ്റ് ചെയ്യുന്നവരെ മാത്രമല്ലടാ മോനെ, പലപ്പോഴും ഒരുപാട് ഇഷ്ടമുള്ളവരെ കൂടി ദൈവം പരീക്ഷിക്കും. നീ വിഷമിക്കല്ലേ. നിന്റെ സങ്കടം ന്യായമുള്ളതാണ് കുഞ്ഞെ. ദൈവം ഒരു വഴി പറഞ്ഞു തരും. കുമ്പിട്ടുകൊണ്ടിരിക്കുന്ന അയാളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഉറ്റുവീണുകൊണ്ടിരുന്നു. രവി എഴുന്നേറ്റ് സുധിയെ നാരായണിയമ്മയുടെ അരികിലേക്ക് നീക്കിയിരുത്തി കൊടുത്തു. എന്നോ മറന്നുപോയൊരു ഏട്ടൻ്റെ വാത്സല്യത്തോടെ സുധി വിതുമ്പിക്കൊണ്ട് അയാളെ നോക്കി. പ്രതാപം കൂടി ചേർത്ത് പിടിച്ചതോടെ അയാളുടെ നിയന്ത്രണം വിട്ടു പോയിരുന്നു. അമ്മക്കിളിയെപ്പോലെ തന്നിൽ ഒതുങ്ങില്ലെന്ന് ഉറപ്പുണ്ടായിട്ടും തന്നേക്കാൾ വളർന്നു പോയ ആ മക്കളെ 3 പേരെയും നെഞ്ചിലൊതുക്കി പിടിച്ചിരുന്നു. മുഖം കൊണ്ട് രാജിയെ കൂടി ക്ഷണിച്ചു.
കൈകൊണ്ട് മുഖം പൊതിഞ്ഞു പിടിച്ച് നിലത്തേക്ക് ഊർന്നിറങ്ങി കരയുന്ന രാജിയുടെ ഉള്ളിൽ ശ്രീനിലയത്തിലുള്ളവരെ കൂട്ടിപ്പിടിച്ച് ആ അമ്മയെ വേദനിപ്പിക്കാൻ താൻ ഉപയോഗിച്ച വാക്കുകളും അതിൻ്റെ മൂർച്ചയുമായിരുന്നു. ഒരമ്മയുടെ വാത്സല്യം വീണ്ടും നുകർന്നുകൊണ്ടിരിക്കുന്ന ആ നിമിഷം തങ്ങൾ നൽകിയ അവഗണനയിലും ദ്രോഹത്തിലും കണ്ണൻ എത്ര പിടഞ്ഞു പോയിരുന്നുവെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. നെഞ്ചു നേറി കുറ്റബോധം കൊണ്ട് ഉരുകിയൊലിച്ചും അവർ ഇരുന്നു. അവൻ്റെ കല്യാണാണ്, കണ്ണൻ്റെ. നാരായണി മുത്തശ്ശിയുടെ വാക്കുകൾ ഇടറി. ആരും ഇല്ല അതിന്, സ്വന്തമെന്ന് പറയാൻ ആരുമില്ല എൻ്റെ കുട്ടിക്ക്. വിതുമ്പി തുടങ്ങിയ അമ്മയെ കാണെ അവർക്കുള്ളിൽ നന്മ മാത്രം നിറഞ്ഞു. പെങ്ങളെ ജീവനെ പോലെ സ്നേഹിച്ചുകൊണ്ട് നടന്നിരുന്ന 3 ആങ്ങളമാർ സടകുടഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് വന്നിരുന്നു. ആ ആങ്ങളമാർക്ക് മാമന്മാരുടെ സ്നേഹം വറ്റാത്ത മനസ്സുകൂടി കൈവന്നിരുന്നു. ഇനി അവൻ ഒറ്റയ്ക്കല്ലെന്ന് കാലം എവിടെയോ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. ഡ്രസ്സ് എടുക്കുന്നതിനിടയിലും അവരെല്ലാം ടീമാണ്. ആദിയും സിദ്ധുവും കൂടി വന്നതോടെ സംഭവം കുറെ കൂടി കളറായി. കളിയും ചിരിയുമായി ഓരോ സെക്കൻഡും ആസ്വദിക്കുന്നവർക്കിടയിൽ കാർമേഘം മുരണ്ട് കൂടിയതുപോലെ മനസ്സുരുകി പാറു മാത്രം തനിച്ചായിപ്പോയി. അവളെ ആരും പ്രത്യക്ഷത്തിൽ അകറ്റി നിർത്തിയിട്ടില്ലെങ്കിലും ആൾക്കൂട്ടത്തിന് നടുവിൽ അവൾ ഒറ്റപ്പെട്ടൊരു തുരുത്തിലായി. ഹരിയും അവർക്കൊപ്പം ഹാപ്പിയാണ്. താൻ മാത്രം ഇങ്ങനെ. ലല്ലമോള് കുഞ്ഞിയുമായി കൂട്ടായതുകൊണ്ട് തന്നെ രണ്ടും കൂടി അവിടെയുള്ള എല്ലാവരോടും കൊഞ്ചിയും കളി പറഞ്ഞു നടക്കുന്നുണ്ട്. ലല്ലുവിനും കുഞ്ഞിക്കും ഒരുപോലുള്ള ഉടുപ്പ് സെറ്റ് ചെയ്ത് കൊടുത്തത് ആദിയും സിദ്ധുവും കൂടിയാണ്. അവന്മാരുടെ തോളിലാണ് രണ്ടും കൂടി. ജീവിതത്തിൽ ഒരിക്കലും തൻ്റെ മോളുടെ മുഖത്തിങ്ങനെ സന്തോഷം കണ്ടിട്ടേയില്ലെന്ന് പാറു കുറ്റബോധത്തോടെ ഓർത്തു. ഈ സന്തോഷത്തിലേക്ക് ചേരാനാണ്, ജീവിതം മുഴുവനും ഈ ചിരി കാത്തുവെക്കാനാണ് ഒരുവൻ ഹൃദയം കൊണ്ട് വിളിക്കുന്നത്. ആ ഓർമ്മയിൽ വീണ്ടും അവൾ പിടഞ്ഞു. ഹരിയുടെ ആവശ്യപ്രകാരം നിരഞ്ജനയെ കൂടി അജു വിളിച്ചിരുന്നു. അവൻ ബസ് സ്റ്റോപ്പിലേക്ക് അവളെ കൂട്ടാൻ പോയതാണ്. സീതയും കണ്ണനും സന്തോഷത്തിൻ്റെ കൊടുമുടിയിലാണ് എന്നത് അവരുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം. പാറുവിന് എല്ലാം കൂടി ശ്വാസം മുട്ടുന്നത് പോലൊരു ഫീലായിരുന്നു. എവിടെയെങ്കിലും ഒറ്റയ്ക്കിരുന്ന് കരയാൻ അവൾക്കുള്ളം അത്രമാത്രം കൊതിച്ചു പോയിരുന്നു. ഒരരികിൽ ചേർത്തിട്ട് സോഫയിൽ കൈകൊണ്ട് തല താങ്ങി അവൾ ഇരുന്നു പോയി. താൻ കാരണം അവരുടെ സന്തോഷം കൂടി പോകുന്നുണ്ടോ എന്നൊരു പേടി കൊണ്ടാണ് ഉള്ളിൽ സങ്കടക്കടൽ ആർത്തിരമ്പിയിട്ടും പിടിച്ചു നിൽക്കുന്നത്. തൊട്ടരികിൽ ആരുടെയോ സാന്നിധ്യം അറിഞ്ഞുകൊണ്ടായിരുന്നു പാറു തിരിഞ്ഞു നോക്കിയത്. അവളെ നോക്കിക്കൊണ്ട് ഹരി ഇരിക്കുന്നു. എന്തു പറ്റി, മുഷിഞ്ഞോ? നേർത്തൊരു ചിരിയോടെയുള്ള ചോദ്യം. പാറുവിൻ്റെ കണ്ണ് നിറഞ്ഞതും ഒരു കരച്ചിൽ കൊണ്ടവൾ ഉലിഞ്ഞുപോയതും എത്ര പെട്ടെന്നാണ്. അവൾക്കരികിൽ വന്നിരുന്ന ഹരി പകച്ചുപോയി. പാറു, എന്തേ? ആകുലതയോടെ ഹരി വീണ്ടും ചോദിച്ചു. നീ എന്തിനാ ഹരി എന്നെ ഇങ്ങനെ? കരഞ്ഞുകൊണ്ടവൾ പറഞ്ഞത് പാതിയിൽ നിർത്തി. പൊള്ളിയതുപോലെ ഹരി പിടഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റു. സോറി സോറി പാറു, തനിക്ക് ശല്യമാവാൻ വേണ്ടിയിട്ടല്ല, സത്യമായിട്ടും. ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ടപ്പോൾ അത് ചോദിക്കാൻ. ക്ഷമിക്കടി, നിനക്കത് ബുദ്ധിമുട്ടായെങ്കിൽ സോറി. ഹരിയുടെ കലങ്ങി ചുവന്ന കണ്ണുകൾ, വിളറിയ മുഖം. പാറു വേദനയോടെ വിലങ്ങനെ തലയാട്ടി. അവളവൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചു. ഞാൻ ഒറ്റയ്ക്കായി പോയി ഹരി. കരഞ്ഞുകൊണ്ടവൾ അവൻ്റെ കയ്യിൽ പിടിമുറുക്കി. ഞാനുള്ളപ്പോഴോ? ആർദ്രമായ അവൻ്റെ ചോദ്യം. അവർക്കാർക്കും നിന്നോടൊരു ദേഷ്യമില്ല പാറു. ഇത്തിരി പരിഭവമുള്ളത് എന്നോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ്. നീയത് കാര്യാക്കണ്ട. ഹരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് സഹിക്കാൻ വയ്യ ഹരി. ഉള്ളുലഞ്ഞ അവളുടെ സ്വരം. ഹരിയാണ് വേദനിച്ചത്. എന്തിനാ ഹരി നീ എന്നെ ഇത്രയും സ്നേഹിച്ചത്? നിന്നെ സ്നേഹിക്കാതിരിക്കാൻ ഒരു കാരണം പോലും എനിക്ക് മുന്നിലില്ലാത്ത വിധം സ്നേഹം കൊണ്ട് നീ എന്നെ വരിഞ്ഞു മുറുക്കി കളഞ്ഞില്ലേ? എനിക്കിത് സഹിക്കാൻ വയ്യ ഹരി. പാറുവിൻ്റെ കൈകൾ അവൻ്റെ ഷർട്ടിൽ മുറുകി. കരഞ്ഞുകൊണ്ട് ഉറക്കെയാണ് അവൾ പറയുന്നത്. ചുറ്റുമുള്ള ശബ്ദങ്ങളെല്ലാം പെട്ടെന്ന് നിലച്ചു പോയിരുന്നു. സ്തംഭിച്ചു പോയവൻ കാറ്റ് പിടിച്ചതുപോലെ നിന്നാടി, ഹൃദയം നിലച്ചതുപോലെ. അവൾ ഇപ്പോൾ പറഞ്ഞ വാക്കുകൾ കേട്ട് അവരെ തന്നെ നോക്കി ശ്വാസം പിടിച്ചു നിൽക്കുന്നവരെയോ അവരുടെ കണ്ണിലെ ഭാവത്തെയോ അവൻ കണ്ടില്ല. കൺമുന്നിൽ പാറു മാത്രം. ഹൃദയം മുഴുവനും അവൾ പറഞ്ഞു തീർത്ത വാക്കുകൾ കാതിൽ അമൃതുപോലെ. നിന്നിൽ നിന്നും ഓടിയൊളിക്കാൻ എനിക്ക് കഴിയില്ല ഹരി. എനിക്ക് നിന്നെ വേണം, നിന്റെ സ്നേഹം വേണം. ഇനിയും എനിക്കത് കണ്ടില്ലെന്ന് നടിക്കാൻ വയ്യടാ. ഞാൻ മരിച്ചു പോകും ഹരി. ഞാനിപ്പോൾ ഇനി ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഹരി. സ്നേഹം കൊണ്ട് നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ.
മഞ്ഞിൽ പൊതിഞ്ഞ ഒരു പൂങ്കുല പോലെ പാറു ഹരിയുടെ നെഞ്ചിലേക്ക് വീണു. അവളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ കൂടി കഴിയാത്ത വിധം തളർന്നു പോയിരുന്നു അവൻ ആ നിമിഷം. നോക്കി നിൽക്കാതെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് സ്നേഹം അറിയിച്ചു കൊടുക്കടാ പറട്ടെ. നിറഞ്ഞ കണ്ണുകൾ തോളുകൊണ്ട് തുടച്ച് കണ്ണൻ ഉറക്കെ വിളിച്ച് പറഞ്ഞത് കേട്ടാണ് ഹരി ഞെട്ടിയത്. വിശ്വാസമില്ലാത്തതുപോലെ അവൻ ഒരിക്കൽ കൂടി സ്വന്തം നെഞ്ചിലേക്ക് നോക്കി. ചുറ്റിപ്പിടിച്ചുകൊണ്ട് തന്നിലേക്ക് ചേർന്ന് നിൽക്കുന്ന പാറു. ഹരിയുടെ കണ്ണ് നിറഞ്ഞു. അറിയാതെ തന്നെ അവൻ്റെ കൈകൾ അവളെ പൊതിഞ്ഞു പിടിച്ചു. നെറുകയിൽ ചുണ്ടു ചേർക്കുമ്പോൾ അവൻ്റെ കണ്ണുനീർ തുള്ളികൾ വീണു ചിതറി. അവിടെയുള്ള സ്റ്റാഫിനെല്ലാം ആദിയും സിദ്ധുമാണ് ഹരിയുടെ സ്നേഹം പറഞ്ഞു കൊടുത്തത്. സന്തോഷം കൊണ്ട് ധന്യമായ നിമിഷം. അവരെല്ലാം ആഹ്ലാദത്തോടെ ഉറക്കെ കൂവി വിളിക്കാനും കൈയടിക്കാനും തുടങ്ങി. എന്നാൽ അതൊന്നും അറിയാതെ പാർവതി എന്ന ഒറ്റ ലോകത്ത് അലിഞ്ഞു പോയിരുന്നു ഹരി. എത്ര മുറുക്കി പിടിച്ചിട്ടും അവന് മതിയാകുന്നില്ല. കൈപ്പിടിയിൽ നിന്നും ഇനിയും അവൾ ഊർന്നു പോകുമോ എന്നൊരു പേടിയുള്ളതുപോലെ അവൻ അവളെ നെഞ്ചിലേക്ക് വരിഞ്ഞു മുറുക്കി പിടിച്ചു. ആ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞിരുന്നു. സന്തോഷം കൊണ്ടാണെന്ന് മാത്രം.